ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്ന ചൂരയാണ്. ചെറിയ ചൂരയില്ലേ, ചെറിയ ചൂര നമ്മൾ മുളക് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലുണ്ട്. രാവിലെ നമുക്ക് റവയുടെ ഇടിയപ്പവും അത് വെച്ചേക്ക് ഒരെണ്ണം മിച്ചം ഉണ്ടായിരുന്നു. അപ്പം റവയുടെ ഇടിയപ്പവും പിന്നെ വെജിറ്റബിൾ മസാലയായിരുന്നു. കോളിഫ്ലവറും കിഴങ്ങും ഒക്കെ ഇട്ട് വെച്ചത്. പിന്നെ ചൂര നമ്മൾ വറുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തു നിന്ന് പയർ തോരനും, നീളമുള്ള പയർ തോരനും പിന്നെ ഞണ്ടുണ്ട് കേട്ടോ, ഞണ്ട് റോസ്റ്റും ഉണ്ട്. പിന്നെ നമുക്ക് ചീരത്തോരനും കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വെക്കാമെന്ന് വിചാരിച്ചു. ചുമന്ന ചീരയായി നേരത്തെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം കൂടെ ഇരിക്കുമ്പോൾ ഒരു ടേസ്റ്റില്ല. നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കും. ഇനി അടുപ്പ് വെച്ചാൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പം ചീര ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഇടയിൽ സവാളയുണ്ട് കേട്ടോ, സവാള ഇട്ടിട്ടുണ്ട്. നമുക്ക് വെക്കാം. ഇപ്പം തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്കങ്ങ് ഇനി വെച്ചാലും കുഴപ്പമില്ല, കടുകൊന്നും താളിക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒഴിക്കുന്നേ ഉള്ളൂ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സാധാരണ ഞാൻ വെക്കുമ്പോഴത്തേക്ക് ഉപ്പും എല്ലാം പുരട്ടിയെല്ലാം വെച്ചതിന് ശേഷം കടുകല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ അരിഞ്ഞിങ്ങനെ ഈ പാത്രത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വെച്ചാലും മതി, അല്ലെങ്കിൽ മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റിനകം വെന്ത് കിട്ടും. തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പുറത്ത് ഞാൻ കറി കൊണ്ട് കൊടുത്തില്ലേ, ചീരയും കൂടെ വെന്തിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മോള് സ്കൂളിൽ പോയി, ചേട്ടൻ ജോലിക്ക് പോയി. ചേട്ടൻ നൈറ്റായിരുന്നു, ഇതുവരെ വന്നില്ല. ഇലയെല്ലാം പോയിട്ടുണ്ടിരിക്കുന്നുണ്ട് റബ്ബർ. നമ്മളിവിടെ എല്ലാം പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഇവിടെ ഒരു കൊച്ച് ചാരുമുള്ളിൽ മരിച്ചു പോയെന്നറിഞ്ഞില്ലേ, പേപ്പട്ടി വിഷബാധയേറ്റ് മൊത്തം പട്ടികളാണ്, ഇഷ്ടം പോലെ പട്ടികളുണ്ട്. നമ്മുടെ പ്ലാവിൽ 5-6 ചക്കയുണ്ട് കേട്ടോ. ഇതിപ്പോൾ താഴെ നിൽക്കുന്നതാണ്, മേളിൽ കുറച്ചുണ്ട്. അപ്പുറത്ത് കൊടുക്കാൻ ഞാൻ കറി എടുത്ത് വെച്ചു. ചീരകളെ വന്നിട്ട് ചീരയായിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് ഇവിടെ ഉച്ചയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 കൂട്ടർക്കും ഉച്ചയ്ക്ക് നല്ലതായിട്ട് 5-6 കൂട്ടം കറികൾ കാണും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ചീര ഇപ്പം വെന്തപ്പം അങ്ങ് ഒതുങ്ങിപ്പോയി. കണ്ട് ചീര വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെന്ന് പറഞ്ഞാൽ കുടുംബമാണ്, ചേട്ടൻ്റെ കുടുംബമാണ്. അവിടെ അച്ഛനും അമ്മയും അനിയനും ഭാര്യയും പിള്ളേരുമാണ് താമസിക്കുന്നത്. നമ്മൾ ചേട്ടനും ഞാനും മോളും മാത്രമേ ഉള്ളൂ. തൊട്ട് അപ്പുറത്താണ് ഒരു മുറ്റത്ത് 2 വീട് കണ്ടോ, അപ്പുറത്തെ വീട് കണ്ടോ. നമ്മുടെ ചീരത്തോരൻ വെന്തിട്ടുണ്ട്. എനിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കാൻ പോട്ടെ. അമ്മയോട്ടിരുന്ന് പത്രം വായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ.